ഇവിടെ ഒരു സ്റ്റുഡന്റ് അസിഡിലേറ്റഡ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ, വാട്ടറിനകത്ത് ഒരു ആസിഡ് ആഡ് ചെയ്തത്, അതിന്റെ ഇലക്ട്രോളിസിസ് നടത്തുക. അതിനകത്ത് മുക്കി വെച്ചിരിക്കുന്നത് എന്താ, റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ഇലക്ട്രോഡ് ആയതുകൊണ്ടാണ് അതിന് ഇനേർട്ട് ഇലക്ട്രോഡ്. അത് പ്ലാറ്റിനമോ കാർബൺ ഇലക്ട്രോഡ് അങ്ങനെയാ പറയുക. പ്ലാറ്റിനമോ അല്ലെങ്കിൽ കാർബൺ ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് എന്ന് പറയും. ഇനേർട്ട് ആണ്. അത് ഫിഗർ തന്നിട്ടുണ്ട്, ഫിഗർ വേണ്ട തൽക്കാലം, അതിന്റെ ആവശ്യമില്ല. പിന്നെ ദ വോളിയം ഓഫ് ഗ്യാസ് കളക്ടഡ് അറ്റ് കാഥോഡ് ഈസ് ഡബിൾ ദാറ്റ് അറ്റ് ആനോഡ്, വിച്ച് ഈസ് ദ കറക്റ്റ് ഇൻഫറൻസ്. അപ്പം വോളിയം കാഥോഡിൽ ഉണ്ടായതിന്റെ വോളിയം ആനോഡിൽ ഉണ്ടായതിന്റെ ഇരട്ടിയാന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ വോളിയത്തിന്റെ റേഷ്യോ എന്താവും, 2:1 എന്തായാലും ആവും. ശരിയല്ലേ? ഇല്ലേ? ആണ്. അപ്പം ഹൈഡ്രജൻ ഈസ് മോർ സോൾബിൾ ഇൻ വാട്ടർ, അതിന്റെ കാര്യം ഇവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമത്, ഓക്സിജൻ ഹാസ് ലോവർ മോളിക്കുലർ മാസ്, അത് തെറ്റാ. ഓൾറെഡി ഓക്സിജൻ ഹാസ് ലോവർ മോളിക്കുലർ മാസ് അല്ല, ഓക്സിജൻ കൂടുതലാണ്. വാട്ടർ ഡീകമ്പോസസ് ഇൻടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഇൻ ദ റേഷ്യോ 2:1. കാരണം അവിടെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആരാ, ഹൈഡ്രജനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഹൈഡ്രജന്റെ വോളിയം മറ്റേ ആനോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെക്കാളും കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജന്റെ ഓക്സിജന്റെ റേഷ്യോ തന്നിരിക്കുന്നത്. ആദ്യം ആരാ തന്നിരിക്കുന്നത്, 2 ആരുടെ പാർട്ടാ, 2 ഹൈഡ്രജന്റെ പാർട്ട്, O2 ആരുടെ, 1 ആരുടെ പാർട്ടാ, O2ന്റെ. അപ്പൊ അവിടെ ആ വോളിയം റേഷ്യോ. അപ്പം അതിന്റെ ആൻസർ എന്താ, അതാണ് അതിന്റെ ആൻസർ, ഡി. സി ആൻസർ, സി. അടുത്ത ക്വസ്റ്റ്യൻ. An iron nail is placed in, അടുത്ത ലൈനിലാണ് എഴുതാൻ, ടെസ്റ്റ് ട്യൂബ് എ എന്ന് എഴുതിയിട്ട്, ടെസ്റ്റ് ട്യൂബ് എ എന്ന് എഴുതിയിട്ട് ഹൈഫൻ ഇട്ടിട്ട് ഡ്രൈ എയർ, ടെസ്റ്റ് ട്യൂബ് ബി എന്നിട്ടിട്ട്, ടെസ്റ്റ് ട്യൂബ് ബി എന്നിട്ടിട്ട് വാട്ടർ. അതേപോലെ ടെസ്റ്റ് ട്യൂബ് സി എന്നിട്ടിട്ട്, ടെസ്റ്റ് ട്യൂബ് സി എന്നിട്ടിട്ട് വാട്ടർ പ്ലസ് ഓക്സിജൻ. അതേപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് എയും ബിയും സിയും ആയോ, എയും ബിയും സിയും ആയില്ലേടാ. അപ്പൊ അത് വേണ്ട, നാലാമത്തെ ടെസ്റ്റ് ട്യൂബ് വേണ്ട. in which test tube will rusting occur, അല്ലെങ്കിൽ rusting occur fastest and why. ഓപ്ഷൻ ഉണ്ട്, 4 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എ, പ്രസൻസ് ഓഫ് ഓക്സിജൻ ഉള്ളി. അതാണ് അതിന്റെ റീസൺ. എ എന്ന് എഴുതിയിട്ട് ഹൈഫൻ ഇട്ടിട്ട് പ്രസൻസ് ഓഫ് ഓക്സിജൻ ഉള്ളി എന്ന് അതിന്റെ കൂടെ തന്നിരിക്കും. ഓക്കെ, പ്രസൻസ് ഓഫ് ഓക്സിജൻ ഉള്ളി. അടുത്തത് ബി എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് വാട്ടർ ഉള്ളി. അടുത്തത് സി, ഇത് പ്രസൻസ് ഓഫ് ബോത്ത് oxygen and water. D, rusting will occur equally in all. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, റസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് MCQ ആണ്. വേറെ രീതി ചിലപ്പം ഇത് റീസൺ നിങ്ങൾ തന്നെത്താൻ എഴുതുന്ന രീതിയിൽ ഓപ്ഷനിലേ തന്നിരിക്കുന്നത്, അങ്ങനെ അല്ലാതെ ഡയറക്റ്റ് ആയിട്ട്. ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ടാ എടുക്കും. നമുക്ക് റസ്റ്റിംഗ് നടക്കണമെങ്കിൽ എന്തായിരിക്കണം ക്രൈറ്റീരിയ? വെള്ളത്തിൽ മാത്രം കൊണ്ടിട്ട് കഴിഞ്ഞാൽ റസ്റ്റിംഗ് ഉണ്ടാകത്തില്ല. എയറിൽ മാത്രം ഇട്ടാലും, അതായത് വാക്വം, അതായത് പോട്ടെ, എന്താണ്, ഡ്രൈ എയറിനകത്ത് ഇട്ടാലും മാത്രം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, റസ്റ്റ് ചെയ്യത്തില്ല. വാട്ടറും ഓക്സിജനും കൂടെ എന്താ റിയാക്ട് ചെയ്ത്, ഇപ്പൊ ഈ ഇവിടെ ഉള്ള നമ്മുടെ ട്യൂഷൻ സെന്ററിലുള്ള കമ്പികളൊക്കെ തുരുമ്പിച്ചിരിക്കുമല്ലേ സൈഡില്, ഇല്ലേ? എന്തുകൊണ്ടാ തുരുമ്പിച്ചേ? ഞാൻ വെള്ളം കോരി ഒഴിക്കുവാണോ ഡെയിലി? അല്ല, ആ അറ്റ്മോസ്ഫിയറിക് എയറിനകത്ത് എന്തുണ്ട്, ആ മോയിസ്ചർ ഉണ്ട്. അപ്പൊ വെള്ളം ഉണ്ട് അവിടെ, വെള്ളവും ഓക്സിജനും. വെള്ളം ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ,
റസ്റ്റിംഗ് നടക്കത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതാ? ഏതാ? ആ, സി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. എ farmer adds quicklime to acidic soil. Quicklime to acidic soil. After some days, soil become suitable for crop growth. A farmer adds quicklime to acidic soil. After some days, soil becomes suitable for crop growth. Which property of quicklime is responsible for this? നാല് ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ, it acts as an acid. രണ്ടാമത്തെ ഓപ്ഷൻ, it increase soil acidity. 3, it neutralizes excess acid. 4, it releases CO2. എന്തായിരിക്കും? എടാ, എപ്പോഴും ആലോചിച്ചോണം, ഈ മണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മണ്ണിന്റെ pH എപ്പോഴും ന്യൂട്രൽ ആവുമ്പോഴാണ് എന്ത് കിട്ടുക? നല്ല ക്രോപ്പ് ഗ്രോത്ത് ഉണ്ടായിട്ട് അല്ലെങ്കിൽ പ്ലാന്റ് ഗ്രോത്ത് ഉണ്ടായിട്ട് നല്ല ഈൽഡ് കിട്ടുന്നത് എപ്പോഴും ന്യൂട്രൽ pHലാണ്. ഓക്കെ, ഈ ന്യൂട്രൽ pH എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പം ചില മണ്ണിന്റെ കണ്ടീഷൻ അനുസരിച്ച് എന്താ നടക്കുന്നത്? ചിലപ്പോൾ ആസിഡ് കണ്ടന്റ് കൂടുതലായിരിക്കും മണ്ണിന്റെ, ചിലപ്പോൾ ബേസിക് കണ്ടന്റ് കൂടുതലായിരിക്കും. ആസിഡ് കണ്ടന്റ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ കുറച്ച് എല്ലുപൊടി കൊണ്ടിടുമ്പോൾ എല്ലുപൊടിക്കകത്ത് ബേസിക് നേച്ചർ ഉണ്ട്. ബേസിക് നേച്ചർ ഉള്ളതുകൊണ്ട് ആ ആസിഡിനെ എന്താക്കി മാറ്റും? ബേസ് കൂടെ ചേരുമ്പോൾ എന്താവും? ന്യൂട്രൽ ആവും. ന്യൂട്രൽ ആകുമ്പോൾ ആ സോയിൽ എന്താ? വിച്ച് വിൽ ബി ആപ്റ്റ് ഫോർ എന്താ? ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്, അല്ലേ? അപ്പൊ ഇവിടെ CaO എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, OH മൈനസ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും O2 മൈനസ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്താണെന്നാ പഠിപ്പിച്ചിട്ടുള്ളത്? ബേസ് ആണെന്നാ പഠിപ്പിച്ചിട്ടുള്ളത്. ശരിയല്ലേ? OH മൈനസ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല, O2 മൈനസ് അയോൺസ് ക്വിക്ലൈം എന്ന് പറയുമ്പോൾ ആരാ? ക്വിക്ലൈം എന്ന് പറയുമ്പോൾ CaO യാ. അതിന്റെ ഓടെ 2 മൈനസ് ആവുള്ളത്. അപ്പൊ അത് ബേസിക് പ്രോപ്പർട്ടി കാണിക്കും. അപ്പം അസിഡിക് സോളിനകത്തോട്ട് അത് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കും, ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ അതിന്റെ ഓപ്ഷൻ എന്താ? ഇറ്റ് ന്യൂട്രലൈസ് ദ എക്സസ് ആസിഡ്. സി, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is not a property of covalent compound? Option A, low melting point. Option B, poor electrical conductivity. C, soluble in water. D, formed by sharing of electrons.
കോവാലന്റ് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? കോവാലന്റ് കോമ്പൗണ്ടിന് ലോ മെൽറ്റിംഗ് പോയിന്റാ, കാരണം അവരുടെ ഇടയിലുള്ള ബോണ്ടിങ് എന്താ, വീക്കാ. അയണിക് കോമ്പൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീക്കാ. അപ്പൊ ലോ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രോപ്പർട്ടി തന്നെ, അവരുടെ പ്രോപ്പർട്ടി അല്ലാത്തതല്ല. ആദ്യത്തെ ഓപ്ഷൻ അല്ല. പുവർ ഇലക്ട്രിസിറ്റി, പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, അതും ശരിയാ, അവര് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാ അല്ലേ, അതും സത്യമായിട്ടുള്ള കാര്യമാണ്. ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, അതും അവരങ്ങനെ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പം സോലുബിൾ ഇൻ വാട്ടർ, അവര് വാട്ടർ സോലുബിൾ ആകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, മനസ്സിലായി. ഇപ്പം മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, പെന്റൈൻ, മീഥൈൻ, ഈഥൈൻ അവരൊക്കെ ഗ്യാസുകളാ, മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് ലിക്വിഡ് ആയിട്ട് മാറും. ആ ലിക്വിഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ വെള്ളത്തിൽ അലിയത്തില്ല. വെള്ളവും ഇപ്പം എണ്ണ എടുത്ത് വെള്ളത്തിനകത്ത് ഒഴിക്കുന്ന പോലെ ഇരിക്കും, സെപ്പറേറ്റഡ് ആയിട്ടിരിക്കും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സോലുബിൾ അല്ല എന്നുള്ളതുകൊണ്ടാണ്. കോവാലന്റ് ബോണ്ട്, കാരണം ഓർഗാനിക് കോമ്പൗണ്ടിനകത്ത് മൊത്തം എന്ത് ബോണ്ടുകളാണ്, കോവാലന്റ് ബോണ്ടുകളാണ്. അവർ എന്ത് ചെയ്യത്തില്ല, സോലുബിൾ ആവത്തില്ല. അപ്പൊ അവർ സോലുബിൾ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പൊ അത് പ്രോപ്പർട്ടി എന്താ, പ്രോപ്പർട്ടി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണില്ല. ഓക്കെ ആണോ? അടുത്തത്, പിന്നെ ഇന്നലെ വൈകിട്ട് ഓൺലൈൻ ക്ലാസ്സിന് കയറാത്തവരാരുണ്ട് ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നവരിൽ? ഓൺലൈൻ ക്ലാസ് അദ്വൈത് കയറിയില്ല, നീ കയറിയില്ല, പിന്നെ വിഷ്ണു ഒക്കെ കയറിയോ? നെയിമിങ് ഇന്നലെ കുറച്ച് ചെയ്യിപ്പിച്ചായിരുന്നു, അത് നമുക്ക് ചെയ്യണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ്. നീ കയറിയില്ല, ഇന്നലെ ഇവിടെ ഓഫ്ലൈൻ വന്നവർ രണ്ടുപേരും കുഴപ്പമില്ല. അത് നെയിമിങ് എന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ നെയിമിങ് തന്നെ പഠിപ്പിക്കാൻ ഓർമ്മിപ്പിക്കണം കേട്ടോ. കാരണം ആ നെയിമിങ് ഇച്ചിരി സെലക്റ്റഡ് ആയിട്ട് ഞാൻ അങ്ങ് ഇട്ട ICSE ക്വസ്റ്റ്യനാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ തവണ കേട്ടോ, പഠിപ്പിച്ചു. അടുത്തത് വൈ ഈസ് എഥനോൾ. അതിപ്പോ ഇന്ന് ലാസ്റ്റ് എടുത്തു തരാമേ ഒന്നുകൂടെ കേട്ടോ. ഇന്നിപ്പോ ഇത് കഴിഞ്ഞതിന് മുമ്പ് എന്നെ ഒന്ന് ഓർമ്മിക്കണം. ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് അതെടുക്കാം. വൈ എഥനോൾ not considered a strong acid, even though it contain hydrogen. ഒന്നാമത്തെ ഓപ്ഷൻ, hydrogen is bonded to oxygen. രണ്ടാമത്തേത്, it does not release H+ ions in aqueous solution. 3, it is a covalent compound. 4, it has low molecular mass. എന്താ അതിന്റെ ആൻസർ? അത് പറഞ്ഞോ. എഥനോൾ എന്ന് പറയുമ്പോൾ അറിയാലോ, അതിന്റെ ഫോർമുല അറിയാലോ, CH3 CH2OH. സാധാരണ ഇപ്പൊ HCl ആസിഡ് ആവാൻ കാരണം എന്താ? HCl ആസിഡ് ആവാൻ കാരണം എന്താ? എന്താ അദ്വൈതേ, HCl ആസിഡ് ആവാൻ കാരണം എന്താ? ആ H+ വെള്ളത്തിൽ, അതായത് അക്വ സ്റ്റേറ്റില് H+ അയൺസ് ജനറേറ്റ് ചെയ്യുന്നു, ആണോ? അല്ലേ? അതല്ലേ? അങ്ങനെ ഏതൊരു ആസിഡ് ആണെങ്കിലും വെള്ളത്തിൽ അലിയിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ എന്ത് അയോൺസ് ഫോം ചെയ്യണം? H+ അയോൺസ് ഫോം ചെയ്യണം.
എന്നാൽ എഥനോളിനകത്ത് ഇപ്പൊ ഒ എച്ച് ബോണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ H+ അയോൺസ് റിലീസ് ചെയ്യും. പക്ഷേ വെള്ളത്തിൽ കലക്കുമ്പോൾ OH ബോണ്ട് വളരെ സ്ട്രോങ് ബോണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്സിജന് കൂടുതലായതുകൊണ്ട് OH ബോണ്ട് വളരെ സ്ട്രോങ് ബോണ്ടാണ്. അത് എന്ത് ചെയ്യത്തില്ല, വെള്ളത്തിൽ അലിയിക്കുമ്പോൾ പൊട്ടത്തില്ല. വേറെ എന്തെങ്കിലും കണ്ടീഷനൊക്കെ കൊടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ, പൊട്ടത്തുള്ളൂ. അപ്പം ചുമ്മാ വെള്ളത്തിൽ അലിയിക്കുമ്പോൾ H+ അയോൺസ് എവിടെ ഉണ്ടാകത്തില്ല, എഥനോളിനകത്ത് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് എഥനോളിനെ ഒരു സ്ട്രോങ് ആസിഡ് ആയിട്ട് എന്താത്തത്, എടുക്കാത്തത്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ എന്താ? ഇറ്റ് ഡസ് നോട്ട് റിലീസ് H+ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ. അതാണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ. which statement correctly explain why aluminum is resistant to corrosion? അലൂമിനിയം കൊറോഷൻ റെസിസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കുറച്ച് ആപ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ അലൂമിനിയം ഈസ് ഹൈലി റിയാക്റ്റീവ്. ബി, it does not react with oxygen. C, it forms a protective oxide layer. നാല്, it is a noble metal. എന്താ അലൂമിനിയം കൊറോഡ് ചെയ്യാത്തതിന് കാരണം എന്താ? പ്രൊട്ടക്റ്റീവ് ലെയർ. അലൂമിനിയം ഓക്സിജനുമായിട്ട് എക്സ്പോസ് ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അലൂമിനിയത്തിന്റെ സർഫസിൽ എന്ത് ചെയ്യും, അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവും. അതുകൊണ്ടാണ് പുളിയുള്ള ആഹാരങ്ങൾ ഈ നമ്മുടെ വീട്ടിലൊക്കെ യൂട്ടൻസിൽസ്, കിച്ചൺ യൂട്ടൻസിൽസ് നമ്മൾ അലൂമിനിയം ചീനച്ചട്ടികളൊക്കെ ഇല്ലേ വീട്ടില്? ഇവിടെ അലൂമിനിയം ചീനച്ചട്ടി ഇല്ലാത്ത ആരുടെയും വീടുണ്ടോ? ഇവിടെ എല്ലാവരുടെയും വീട്ടിലില്ലേ? അതോ നിങ്ങളെല്ലാം മറ്റേ എന്താണ് മൺചട്ടിക്കകത്താണോ വെക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ഇതിനകത്താണോ വെക്കുന്നത്, എന്താ നോൺ സ്റ്റിക്കിലാണോ വെക്കുന്നത്? ഞങ്ങളുടെ വീട്ടിലെ ചീനച്ചട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ചീനച്ചട്ടിയുടെ പ്രശ്നം എന്താ? ചീനച്ചട്ടി നല്ലതാണ്, മറ്റേ അലൂമിനിയത്തിന്റെ ചീനച്ചട്ടി നല്ലതാണ്, ബെസ്റ്റ് ഫോർ കുക്കിംഗ് ആണ്. ടെമ്പറേച്ചർ ഒക്കെ എത്ര വേണം താങ്ങും, ഒരു പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം എന്താ പറയുക, ഇത് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇതിന്റെ സർഫസിലൊക്കെ എന്ത് ചെയ്യും, ഓക്സൈഡ് ലെയർ ഉണ്ടാവും. പുളിയുള്ള ആഹാരങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യും, അതിനകത്ത് ആഹാരത്തിനകത്തായിട്ട് അത് ബ്രെയിൻ സെല്ലിനെ ഡാമേജ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതും ഈ പറഞ്ഞ അതിപ്പോ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്താലും കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ചിലരൊക്കെ ഉണ്ട് നോൺ സ്റ്റിക്ക് മേടിച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ എന്താണ് ഗ്ലോസിനെസ് ഒക്കെ പോയാൽ ഇപ്പോ കളയാൻ ഒരു മടി, 5000 കൊടുത്ത് മേടിച്ചതാണ് അല്ലേ? ശരിയല്ലേ? അങ്ങനൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതൊക്കെ വായിലങ്ങ് പോകും. അതിന്റെ ഭയങ്കര ഡേഞ്ചർ. ടെഫ്ലോൺ ആ സാധനം, എപ്പൊ തട്ടി പോകാൻ ചോദിച്ചാൽ മതി. സെല്ലിനകത്തൊക്കെ പോയി, അല്ലെങ്കിൽ നമ്മുടെ ഈ വയറിനകത്തൊക്കെ പോയി ഇൻഡസ്ട്രിയലിലേക്ക് അബ്സോർബ് ചെയ്തൊക്കെ ബ്ലഡ് സെല്ലിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ പരിപാടി കഴിയും. കണ്ടന്റ് ടെഫ്ലോണാ, മനസ്സിലായോ? അപ്പം അല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചിലരൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് ആ ടെഫ്ലോൺ, അതായത് നോൺ സ്റ്റിക്ക് ഒക്കെ എന്നാലും എന്ത് ചെയ്യുക, ചപ്പാത്തിയൊക്കെ തിരിച്ചിടാൻ വേണ്ടി ആ ചപ്പാത്തി എടുക്കുമ്പോൾ ചപ്പാത്തിയിൽ അതിന്റെ ചെറിയ ചെറിയ തരികളുണ്ട്, നമുക്ക് കാണാം. നേരെ മറിച്ച് നിങ്ങൾ ഇരുമ്പിന്റെ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്നതിനകത്താണെങ്കിൽ അത് തുരുമ്പിച്ചിരിക്കുകയാണെങ്കിലും പ്രശ്നമില്ല, മനസ്സിലായോ? നോൺ സ്റ്റിക്കിനകത്ത് പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ഈ അലൂമിനിയത്തിനകത്ത് എന്ത്, അങ്ങനെ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, വൈ എന്താണ് അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ, അതായത് പുളിയുള്ള ആഹാരങ്ങൾ
അലൂമിനിയം പാത്രത്തിനകത്ത് കുക്ക് ചെയ്യുന്നത് സജസ്റ്റബിൾ അല്ല, അതിന്റെ കാരണം എന്താ എന്നുള്ളൊരു ചോദ്യം. അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഓക്സൈഡുമായിട്ട് പോയിട്ട് അത് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാവും. അത് നമ്മുടെ ഫുഡിനകത്ത് മിക്സ് ആവുകയും നമ്മൾ നല്ല രുചിയാന്ന് പറഞ്ഞ് കഴിക്കുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് അതിന്റെ പ്രശ്നം. ഓക്കെ, അപ്പൊ ഇവിടത്തെ ആൻസർ എന്താ? ഇറ്റ് ഫോം ദ പ്രൊട്ടക്റ്റീവ് ഓക്സൈഡ് ലെയർ. ശരിയല്ലേ? ആണോ? അടുത്തത് in a displacement reaction which condition is necessary? നാല് ഓപ്ഷൻ ഉണ്ട്. എ, both metals must be equally reactive. B, less reactive metal displaces more reactive metal. C, more reactive metal displaces less reactive. D, metal must be in solid state. എന്താ ഡിസ്പ്ലേസ്മെന്റ്? നമ്മൾ പണ്ട് ഒരു കഥ പറഞ്ഞായിരുന്നു, അതായത് അല്ലെ ദേവനന്ദയായിരുന്നു, ദേവനന്ദയുടെ ഒക്കെ വെച്ചിട്ടാ കഥ പറഞ്ഞ അല്ലയോ? ആ, അതായത് ദേവനന്ദ തിരുവല്ലേന്ന് കയറി അല്ലെ, ദേവനന്ദയുടെ വീടിനടുത്തുള്ള ഒരു കുട്ടിയില്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ? എന്നൊരു ഇത് പറഞ്ഞാലല്ലേ, മൂത്ത ആള് വന്നു കഴിഞ്ഞാൽ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇളയാള് നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എണീറ്റ് കൊടുക്കും അല്ലേ? എന്നാൽ നമ്മളെക്കാളും ഇളയാള് ബസ്സിൽ കയറുന്ന സമയത്ത്, നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ ഇളയാള് ഒന്ന് കയറിയാലോ നമ്മൾ എണീറ്റ് കൊടുക്കുവോ? ഇല്ല. കാരണം നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു രീതി വെച്ചിട്ട് മൂത്ത ആൾക്കാർക്ക് ബഹുമാനം കൊടുക്കണം എന്നുള്ളതാണ് അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ എണീറ്റ്. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ എന്താ, മോർ റിയാക്റ്റീവ് മെറ്റൽ എന്ത് ചെയ്യും? ലെസ് റിയാക്റ്റീവ് മെറ്റലിനെ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ് ചെയ്യും. അതാണ് എന്ത്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ നെസസറി കണ്ടീഷൻ അല്ലേ? അതിന്റെ ഓപ്ഷൻ എന്താ? എല്ലാം സി അല്ലയോ? ആ, അങ്ങനെ പറഞ്ഞ് നാളെ ഇപ്പൊ പരീക്ഷ എഴുതിക്കണം അല്ലേ? ആയിരിക്കും. ചിലപ്പോ ഞാനിങ്ങനെ ABCD എന്നുള്ളത് ഞാൻ തരുന്ന പോലെ അല്ലായിരിക്കും, ചിലപ്പോ C ഏറ്റവും മുകളിലായിരിക്കും തരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഓക്കെ, ഇത് എഴുതിക്കോ. വൈ. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺലൈൻ ഉള്ളവര് എല്ലാരും ഓക്കെ അല്ലേ? അക്ഷിത മനസ്സിലാവുന്നുണ്ടോ ഈ പറയുന്ന എല്ലാം? ഓക്കെ. എലിജ ആണോ ഇത്? എലിജ കയറിയിട്ടുണ്ടോ? ഓക്കെ. ഐറിൻ ഓക്കെ ആണോ? ഐറിൻ. ആശിഷ, ഡീന, ദേവനന്ദ. സായി, രോഹിത്, ദേവജിത്ത്. ഓക്കെ. പിന്നെ ആരായിരുന്നു? സിദ്ധാർത്ഥ്, ശ്രേയ. രണ്ട് ശ്രേയമാര്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. വൈ ആർ മെറ്റൽ generally good conductors of electricity? Option A, presence of proton. Option B, presence of
free electrons. C, high melting point. High melting point. അടുത്തത് D എന്ന് പറയുന്നത് high density. എന്താ അതും C അല്ലയോ? ആണോടാ അങ്ങനെ? Presence of free electrons. Presence of free electrons അല്ലേ? ഈ മെറ്റലിനകത്ത് കറണ്ട് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം പ്രത്യേകത? പ്രോട്ടോൺ ഉള്ളതുകൊണ്ടല്ല കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് കറണ്ട് ഉണ്ടാകുന്നത് അല്ലേ? അപ്പൊ അതിന്റെ ബി ആണ്. കളിയൊക്കെ മാറി ആയി. പക്ഷെ ഇതിനിടയ്ക്ക് വേറെ ഒരെണ്ണം മാറി ബി ഉണ്ടായിരുന്നല്ലോ. ഏതോ ഒരെണ്ണം അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A solution turns red litmus blue and has pH is equal to 11. Which substance can show this property? ഒന്നാമത്തേത് സോഡിയം കാർബണേറ്റ്, രണ്ടാമത്തേത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, മൂന്നാമത്തേത് എഥനോയിക് ആസിഡ്, നാലാമത്തേത് അമോണിയം ക്ലോറൈഡ്. നിങ്ങളെ ഞാനൊരു സാധനം പഠിപ്പിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഈ സോൾട്ടിനും ചിലതിനൊക്കെ ആസിഡ് ബിഹേവിയറും ബേസിക് ബിഹേവിയറും കാണിക്കും. അത് പഠിപ്പിച്ചായിരുന്നു ഒരു ടോപ്പിക്കായിട്ട്. അതായത് സ്ട്രോങ് സോൾട്ട് എങ്ങനെ സാധാരണ ഉണ്ടാകുന്നത്? ആസിഡും ബേസും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? സോൾട്ട്. സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിലും സോൾട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷെ അത് ഏത് സോൾട്ട് ഉണ്ടാവും? ആസിഡ് സ്വഭാവമുള്ള സോൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. സ്ട്രോങ് ആയിട്ടുള്ളത് ഏതാണോ അതിന്റെ സ്വഭാവമായിരിക്കും സോൾട്ട്. അപ്പം സ്ട്രോങ് ബേസും വീക്ക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താലോ അപ്പോഴും സോൾട്ട് ഉണ്ടാകുന്നത്, പക്ഷെ ബേസിക് സോൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും റിയാക്ട് ചെയ്താലോ വീക്ക് ആസിഡും വീക്ക് ബേസും റിയാക്ട് ചെയ്താലോ ഉണ്ടാകുന്ന സോൾട്ട് എന്തായിരിക്കും? ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും. അത് നമുക്ക് ഇപ്പൊ NaCl പോലെ. NaCl എങ്ങനെ ഉണ്ടായത്? HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും NaOH എന്ന് പറയുന്ന സ്ട്രോങ് ബേസും കൂടെ റിയാക്ട് ചെയ്ത് അപ്പൊ ഉണ്ടായ സോൾട്ട് ന്യൂട്രൽ. അതുകൊണ്ടാണ് നമുക്ക് അതിനെ കഴിക്കാൻ പറ്റിയത്. മനസ്സിലായോ? നാക്കെ തൊടാൻ പറ്റും. മറ്റേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാക്കെ തൊട്ടാ അപ്പൊ തന്നെ എന്താവും? യശശരീരനാവും എന്ന് പറഞ്ഞാൽ തട്ടിപ്പോകും. പക്ഷെ എല്ലാ ന്യൂട്രൽ സോൾട്ടും നമുക്ക് എടുത്ത് ചുമ്മാ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. എല്ലാ ന്യൂട്രൽ സോൾട്ടും എടുത്ത് ചോറുണ്ണുന്ന പോലെ കഴിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും ചെറുതായിട്ട്. ന്യൂട്രൽ സോൾട്ട് ഒക്കെ ഒന്ന് നാക്കെ തൊടാൻ പറ്റും, ഒന്നും പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കി, സോഡിയം കാർബണേറ്റ് ഒന്ന്, രണ്ട് ഹൈഡ്രോക്ലോറിക് എന്താണ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുവാണെങ്കിൽ അതെന്തായിരിക്കും? ബേസ്. മാത്രമല്ല pH 11 തന്നിട്ടുണ്ട്. 7ന് മുകളിലോട്ടല്ലേ എല്ലാം ബേസിക് pH. അപ്പൊ ഈ താഴെ തന്നിരിക്കുന്നവരിൽ ബേസ് ഏതാന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആ രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും അല്ല, കാരണം അത് രണ്ടും എന്താ? ആസിഡ. പിന്നെ നമുക്ക് സംശയം വരുന്നത് സോഡിയം കാർബണേറ്റ് Na2CO3യും അതേപോലെ തന്നെ അമോണിയം ക്ലോറൈഡും NH4Cl. ഈ അമോണിയം ക്ലോറൈഡ് എങ്ങനെ ഉണ്ടായത്? അമോണിയം ക്ലോറൈഡ് എങ്ങനെ ഉണ്ടായത്? എടാ ആലോചിച്ച് നോക്കടാ, അമോണിയം ക്ലോറൈഡ് ഒരു സോൾട്ടാ. അപ്പൊ ഏതോ ഒരു ആസിഡും ഏതോ ഒരു ബേസും കൂടെ ചേർന്നാണ് അത് ഉണ്ടായത്. Cl ഉള്ള ഒരു ആസിഡ് പറഞ്ഞേ.
HCl. അപ്പൊ എന്തായാലും NH4Cl-നകത്തെ Cl കൊണ്ടുവന്നത് ആസിഡ് HCl ആയിരിക്കും. NH4 ഉള്ള ഒരു ബേസ് പറഞ്ഞേ. എടാ NH4OH, അമോണിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ്, HCl സ്ട്രോങ് ആസിഡ്, ഉണ്ടാകുന്ന സോൾട്ട് എന്തായിരിക്കും? എടാ വീക്ക് ബേസും സ്ട്രോങ് ആസിഡും എന്താ? ആസിഡിക് സോൾട്ട്. അപ്പം അത് ആസിഡ് സ്വഭാവമുള്ള സോൾട്ട് അല്ലേ? അപ്പൊ അത് ബേസിക് സ്വഭാവം കാണിക്കുമോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ആ സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് എങ്ങനെയാ ഫോം ചെയ്തതെന്നറിയോ? H2CO3 എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡ് ഉണ്ട്, കാർബോണിക് ആസിഡ് എന്ന് പറയും. NaOH എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബേസ് ഉണ്ട്. അവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് എന്താണ് Na2CO3 എന്ന് പറയുന്നത് ഇതുണ്ടായത്. അപ്പൊ അവിടെ സ്ട്രോങ് ബേസും വീക്ക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തിരിക്കുന്നു. ഉണ്ടാകുന്ന സോൾട്ടിന് എന്ത് സ്വഭാവമായിരിക്കും? ബേസിക് സ്വഭാവമായിരിക്കും. മനസ്സിലായോ? ആയോ? നമ്മുടെ റിജോയ്ക്ക് മനസ്സിലായോടാ? ഇപ്പുറത്ത് വിഷ്ണുവിന് മനസ്സിലായോ? എപ്പോഴും ആലോചിച്ചോണം, സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണെങ്കിൽ ഉണ്ടാകുന്ന സോൾട്ട് അസിഡിക് സോൾട്ട്, സ്ട്രോങ് ബേസും വീക്ക് ആസിഡും ആണെങ്കിൽ ഉണ്ടാകുന്ന സോൾട്ട് ബേസിക് സോൾട്ട്. കേട്ടോ? അല്ലാതെ ആസിഡും ബേസിനും മാത്രമല്ല ഇതുള്ളത്, സോൾട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും? അസിഡിക് ബേസിക് സ്വഭാവം കാണും. കേട്ടോ? അപ്പൊ ഇതിന്റെ ആൻസർ ആ രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? അതുകൊണ്ടാണ് ഇതിന് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം താഴത്തെ കൺഫേം ചെയ്തോ? അമോണിയം ക്ലോറൈഡിന്റെ ഫോർമുല അപ്പൊ തന്നെ ആലോചിച്ചോണം, NH4Cl. അപ്പൊ NH4 ഉള്ള ഒരു ബേസ് ആയിരിക്കും. NH4 ഉള്ള ബേസ് ഏതാ? NH4OH. Cl ഉള്ള ആസിഡ് എന്താ? HCl. കോമ്പിനേഷൻ എന്താ? സ്ട്രോങ് ആസിഡും വീക്ക് ബേസും. ഉണ്ടാകുന്ന സോൾട്ട് എന്താ? ആസിഡ് സോൾട്ട്. അപ്പൊ അത് ആ ഓപ്ഷൻ എടുക്കാൻ പറ്റത്തില്ല, കാരണം ബേസിക് സ്വഭാവം കാണിക്കുന്നത്. അപ്പൊ മുകളിൽ അതാണ് കൺഫേം ചെയ്യാം. സെറ്റാണോ? മനസ്സിലായോടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which compound will produce carbon dioxide gas on reaction with dilute acid? ഒന്ന് സോഡിയം ക്ലോറൈഡ് NaCl, രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, മൂന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് സോഡിയം കാർബണേറ്റ് Na2CO3, നാലാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് കോപ്പർ സൾഫേറ്റ് CuSO. മൂന്നാമത്തെ Na2CO3. എന്താ ആൻസർ? എടാ ഡൈല്യൂട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്ന ആളാരാ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിനകത്ത് സിയും ഓയും ഒക്കെ വേണ്ടേ? അല്ലേ? അപ്പൊ സിയും ഓയും ഒക്കെ ഉള്ള ആൾ ഇവിടെ ആരേ ഉള്ളൂ? Na2CO3 മാത്രമേ ഉള്ളൂ. അപ്പൊ അതായിരിക്കും എന്റെ ഓപ്ഷൻ. വീണ്ടും അന്മിന്റെ സി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ. Which process? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Which process is responsible for the movement of water from roots to leaves in tall trees? Which process is responsible for the movement of water from roots to leaves in tall trees? ഒന്നാമത്തെ ഓപ്ഷൻ ഡിഫ്യൂഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ ഓസ്മോസിസ്, മൂന്നാമത്തെ ഓപ്ഷൻ ട്രാൻസ്പിരേഷൻ പുൾ,
നാലാമത്തെ ഓപ്ഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നല്ലൊരു ചോദ്യം കേട്ടോ. ഇത് MCQ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ട്രാൻസ്പിറേഷൻ പുൾ, നാലാമത്തേത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇത് ട്രാൻസ്പിറേഷൻ എന്തുവാടാ? എന്ത് ട്രാൻസ്പിറേഷൻ? ചെടിയിൽ ചെടിയുടെ എവിടുന്നാ? ലീഫ്സിന്ന്, എല്ലാരും ശ്രദ്ധിക്കണേ, ലീഫിന്ന് വെള്ളം നീരാവിയായിട്ട് മാറിപ്പോകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മോളി വെള്ളം കുറയുമ്പോൾ എന്തായിരിക്കും സാധാരണ ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഒരു എന്താണ് കൊക്കക്കോളയ്ക്കകത്ത് സ്ട്രോ ഇട്ട് കുടിക്കുക, വായിലെ ജ്യൂസ് തീരുമ്പോൾ എന്ത് ചെയ്യും? വലിച്ചു കുടിക്കും. ആണോ? ശരിയല്ലേ? ഇത് തന്നെ പ്ലാന്റ് ചെയ്യുന്നത്. എന്തുവാ? ഇലയെന്ന് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക? റൂട്ടിൽ നിന്ന് വലിച്ചു മുകളിലോട്ട് കൊണ്ടുവരും. അതിനെ ട്രാൻസ്പിറേഷൻ പുൾ എന്നാണ് പറയാം. മനസ്സിലായോ? അതാണ് അതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. മറ്റേ മയോപ്പിയയും അതേപോലെ തന്നെ ഹൈപ്പർമെട്രോപ്പിയയും റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ചെയ്ത് പഠിക്കണം. അതിന്റെ ഇക്വേഷൻ വേറെയാ. ഞാൻ ഈ റിവിഷൻ ചെയ്തപ്പോഴും വീണ്ടും എനിക്കൊന്നൊരു 3 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നത് നോർമൽ ചെയ്യുന്ന രീതിയിലല്ല. ഫോർ ദ ന്യൂമറിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ ഫോർ ഡൂയിങ് ന്യൂമറിക്കൽ റിലേറ്റഡ് ടു ഹൈപ്പർമെട്രോപ്പിയ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഞാൻ തന്നായിരുന്നു. അത് പഠിക്കണം. ചോദിക്കും. അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ ചോദിക്കും. 2 മാർക്കിനോ 3 മാർക്കിനോ പഠിച്ചിട്ട് പോകണം. മനസ്സിലായോ? ഞാൻ ചെയ്യിക്കാം. ഇപ്പൊ ഒന്നുകൂടെ ചെയ്യിപ്പിക്കാം. റിവിഷന് എഴുതിക്ക്. എ പേഴ്സൺ suffers from frequent urination and excessive thirst. Which hormone is most likely deficient? ഓപ്ഷൻസ് 4 ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ഇൻസുലിൻ, രണ്ടാമത്തെ ഓപ്ഷൻ തൈറോക്സിൻ, മൂന്നാമത്തെ ഓപ്ഷൻ ADH, നാലാമത്തെ ഓപ്ഷൻ അഡ്രിനാലിൻ. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പേഴ്സണ് എക്സസീവ് തേഴ്സ്റ്റ്, ഭയങ്കര ദാഹവും അതുപോലെ തന്നെ യൂറിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങനെ ഉണ്ടെങ്കിൽ അവന് ആ ആൾക്ക് ഏത് ഹോർമോണിന്റെ ഡെഫിഷ്യൻസി ആണുള്ളത്? ഇൻസുലിനാണ്. എക്സസീവ് ടെസ്റ്റ് വരും ഷുഗർ ഉള്ളത്. തൈറോക്സിൻ അല്ല, അഡ്രിനാലിനും അല്ല. അത് ഉറപ്പായിട്ട് കൺഫേം ചെയ്യാം. പിന്നെ ADH ആകാൻ സാധ്യത. ആന്റി ഡയറിറ്റിക് ഹോർമോൺ ADH ആണ്. ആന്റി ഡയറിറ്റിക് ഹോർമോൺ. അത് ഫുൾ ഫോം പഠിക്കാതാണോ മോനെ റിവിഷൻ ക്ലാസ്സിന് വന്നിരിക്കുന്നത്? 1 വർഷമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ADHന്റെ ഫുൾ ഫോം അറിയില്ല. ആന്റി ഡയറിറ്റിക് ഹോർമോൺ ഒത്തിരി ഉണ്ട്. ആന്റി ഡയറിറ്റിക് ഹോർമോൺ എവിടെയുള്ള ഹോർമോൺ? ആന്റി ഡയറിറ്റിക് ഹോർമോൺ. ഒരു ഹോർമോൺസിനെ പറ്റി എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ഇങ്ങനെ ഈ ഡൂപ്ലി ക്വസ്റ്റ്യൻ അല്ല ഉണ്ടാകുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് പ്ലാന്റിന്റെ ഹോർമോണും അതേപോലെ തന്നെ ഹ്യൂമൻ അല്ലെങ്കിൽ അനിമലിന്റെ ഹോർമോണും വെച്ചിട്ട് മറ്റേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 3 മാർക്കിന്.
അപ്പൊ അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നിട്ട് ഈ ഹോർമോണിന്റെ എല്ലാത്തിന്റെയും ഫംഗ്ഷൻ ഞാൻ തരാം, എഴുതിയെടുക്കും, പഠിക്കും കേട്ടോ. ഓരോന്നിനും ഇവിടെ രണ്ട് കൺഫ്യൂഷൻ വരാം. ഇൻസുലിനും എക്സസീവ് ഇൻസുലിൻ ഷുഗർ ഉണ്ടാകുമ്പോഴും എക്സസീവ് യൂറിനേഷൻ ഇത് വരാം, ഫ്രീക്വന്റ് യൂറിനേഷൻ വരാം. മനസ്സിലായോ? ഇവിടെ തേഴ്സ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കൺഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ADH കൺഫേം ചെയ്തത്. മനസ്സിലായോ? അതിന്റെ ഫങ്ഷൻസ് തരാം, ഇപ്പൊ ഓരോന്നിന്റെയും ഫംഗ്ഷൻ പറയായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടാകും, 30 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനായിട്ട് ഒരു ഹോർമോണിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും 3 മാർക്കിന്. പ്ലാന്റിന്റെയോ ആനിമലിന്റെയോ ഏതെങ്കിലും അത് നമുക്ക് പഠിക്കണം. പിക്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, പിക്യൂട്ടറി ഗ്ലാൻഡ് എന്താണ് ഇത് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്. അങ്ങനെ കുറെ ഉണ്ട്. ഹോർമോൺസിനെ പറ്റി നല്ലതായിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പഠിക്കാനുണ്ട്. റിവിഷൻ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചാണ്, എന്നാലും ഒന്നുകൂടെ പറഞ്ഞുതരാം. വൈ അടുത്ത ക്വസ്റ്റ്യൻ. Why is double circulation necessary in human? നാല് ഓപ്ഷൻ ആണ്. ടു മിക്സ് oxygenated and deoxygenated blood. B, to supply blood at high pressure. High pressure to organs. High pressure to organs. C, to reduce heart workload. D, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ, MCQ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ടു സ്ലോ ഡൗൺ ബ്ലഡ് ഫ്ലോ. എന്തായിരിക്കും? ഇതും നമ്മൾ ആ ഡബിൾ സർക്കുലേഷൻ പറഞ്ഞ സമയത്ത് ഇതിന്റെ ആൻസർ അതേപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അതേതായിരിക്കും? ആണോ? ഹാർട്ടിന്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ പറ്റുമോ ഡബിൾ സർക്കുലേഷൻ കൊണ്ട്? എന്തായാലും ഡബിൾ സർക്കുലേഷൻ ചെയ്യുമ്പോൾ ഹാർട്ട് ചെയ്യുന്ന റൈറ്റ്, അതായത് എന്താ, റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് ഓറിക്കിളും ലെഫ്റ്റ് ഓറിക്കിളും ചെയ്യേണ്ട പണി അത് ചെയ്തേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ആണോ? അപ്പൊ പിന്നെ എങ്ങനെ ഹാർട്ടിന്റെ വർക്ക് ലോഡ് കുറയുന്നത്? ഏതാ? സപ്ലൈ ആണ്. കാരണം ഡബിൾ സർക്കുലേഷൻ നടക്കുന്നതുകൊണ്ടാണ് കൃത്യം പ്രഷറിൽ എന്ത് ചെയ്യുന്നത്, എല്ലാ ഓർഗനിലോട്ടും ഇത് ചെല്ലുന്നത്. ഡബിൾ സർക്കുലേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല, കൃത്യം പ്രഷറിൽ എല്ലായിടത്തും എന്ത് ചെയ്യത്തില്ല, ബ്ലഡ് റീച്ച് ചെയ്യത്തില്ല. ഇടാ തമാശ കളിച്ചോണ്ടിരിക്കുവാണെങ്കിൽ ഇറങ്ങാം കേട്ടോ, കുഴപ്പമില്ല, ചോദിക്കുമല്ലോ വേണ്ടല്ല. ഇവിടെ വന്ന് ചിരിയും കളിയാണെങ്കിൽ, കാരണം ഞാൻ ഇരുന്ന് ഞാൻ വെച്ച് ഞാൻ കാര്യം ഞാൻ പറയാം. റീസനാണ്, തമാശ കളിച്ചോണ്ട് ആരെങ്കിലും ഇരിക്കുവാണെങ്കിൽ പെട്ടെന്ന് നോക്കൂ, ഇല്ല എന്റെ വിധം മാറും. ഓക്കെ, ഇവിടെ നോക്കിയോ. അപ്പം എന്താണ് ടു, അപ്പൊ അതിന്റെ ഓപ്ഷൻ എന്താ? ടു സപ്ലൈ ബ്ലഡ് അറ്റ് ഹൈ പ്രഷർ. ശരിയല്ലേ? അടുത്ത ഓപ്ഷൻ പുഞ്ചിരി മാത്സ് നന്നായിട്ട് എഴുതിയോണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. വിച്ച് ഫീച്ചർ ബെസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് arteries from vein?
ഫ്രം വെയിൻ. ആർട്ടറിയും വെയിനും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഫീച്ചർ എന്താണെന്നുള്ളതാണ് പറയുന്നത്. 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒന്ന് പറയുന്നത് തിക്നെസ് ഓഫ് വാൾസ്. ബി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ബ്ലഡ് ഫ്ലോ. മൂന്നാമത്തെ ഓപ്ഷൻ പ്രസൻസ് ഓഫ് ബ്ലഡ്. നാലാമത്തെ ഓപ്ഷൻ കളർ ഓഫ് ബ്ലഡ്. അതിൽ എന്തായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത് ഇത് ആർട്ടറി ആണ് വെയിൻ ആണെന്നുള്ളത്? കളറോ? കളർ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താ അറിയാം? അതിന് ഡയറക്ഷൻ. സെല്ലിൽ നിന്ന് എന്താണ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത് ആരാ? സെല്ലിൽ നിന്ന് വെയിൻസാ. അത് ആർട്ടറി ചെയ്തില്ല. അപ്പൊ അവരുടെ ഡയറക്ഷൻ ആണ് ബെസ്റ്റ് അവരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന രീതി. ശരിയല്ലേ? ഒരാള് ഹേർട്ടിൽ നിന്ന് സെല്ലിലോട്ട് എത്തിക്കും, ഒരാള് സെല്ലിൽ നിന്ന് തിരിച്ച് പോകാൻ വേണ്ടി തിരിച്ച് ഡിയോക്സിൻ ബ്ലഡ് തിരിച്ച് ഹേർട്ടിലേക്ക് എത്തിക്കും. മനസ്സിലായി? രണ്ട് പാത്ത് വേ. അവരുടെ ഡയറക്ഷൻ ആണ് അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഡിസ്റ്റിങ്വിഷബിൾ ഫീച്ചർ. അതിന്റെ ഡയറക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. diaphragm sorry which event occur during inhalation in human? ഓപ്ഷൻ ഡയഫ്രത്തിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് അറിയാം? ഡയഫ്ര GM എന്നാ വരുന്നത്. ഡയഫ്രഗം എന്നാ എഴുതുന്നെങ്കിലും പറയുന്നതാണ് ഡയഫ്രം. മനസ്സിലായോ? ആരാന്നറിയോ? ആരവ് സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചിന്നലെ പോയി. ഓക്കെ, ഇവിടെ നോക്ക്. DIAPHRAGM എന്നാണ് കേട്ടോ. എല്ലാരും ഡയഫ്രം ആ ജി അങ്ങ് വിട്ടുകളെ. എഴുതുമ്പോ ജി കൂടെ എഴുതണം. ജി സൈലന്റ്. ഡയഫ്രം റിലാക്സ്, അതാണ് അടുത്ത ഓപ്ഷൻ. ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ റിബ് കേജ് മൂവ് ഇൻവേർഡ്. മൂന്നാമത്തെ ഓപ്ഷൻ ലങ് വോളിയം ഡിക്രീസ്. നാലാമത്തെ ഓപ്ഷൻ ഡയഫ്രം കോൺട്രാക്ട്സ്. ഇൻഹേൽ ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? റിബ് കേജ് മൂവ് ഇൻവേർഡ്. പുറത്തോട്ടാണല്ലോ വന്നത്. തെറ്റാ, റിബ് കേജ് അല്ല. ലങ് വോളിയം ഡിക്രീസ്, അകത്തോട്ട് വലിക്കുമ്പോഴും ലങ് വോളിയം ചുരുങ്ങും. അന്മിന്റെ ലങ് വോളിയം എയർ അകത്ത് കയറ്റുമ്പോൾ ലങ്സ് ചുരുങ്ങും. ഡയഫ്രം റിലാക്സ് ആണോ കോൺട്രാക്ട്സ് ആണോ? കോൺട്രാക്ട്സ് ആണ്. മനസ്സിലായോ? അതിന്റെ ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ why are mitochondria called as powerhouse of the cell? നോക്കാം നമുക്ക് 4 ഓപ്ഷനാ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മുമ്പേ ആൻസർ പറഞ്ഞു കഴിഞ്ഞു ഒരു സെക്കൻഡ് ദേ ആരാന്ന് ഉദ്ദേശിക്കുന്ന പോലെ കാർത്തികാണോ അന്ന് കാർത്തിക് ആരാന്ന് അറിയോ നിങ്ങൾക്ക് they store energy. B, they release enzyme. C, they produce ATP. They control cell division. എന്താണ് അവര് പവർ ഹൗസ് എന്ന് വിളിക്കാൻ കാരണം എനർജി ഉണ്ടാകുന്നുണ്ടോ? എനർജി ഉണ്ടാകുന്ന എന്താ? അവർ സ്റ്റോർ ചെയ്യുമല്ലോ, അവർ എനർജി എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂളിന്റെ ഫോമിലാണ് എനർജി എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ controls blood sugar level? ആണ്ടോ പഠിക്കുന്ന പിള്ളേരാണ്. blood sugar level in human. അത് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഓപ്ഷൻ തരുന്നില്ല. എന്തുവാ? ഇൻസുലിൻ. അറിയാത്ത ആൾക്കാർ അവിടെ ഇൻസുലിൻ എഴുതി കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, അല്ല ഇൻസുലിൻ ഉണ്ടോ? ഇൻസുലിൻ അതല്ല, എന്റെ ഡി ഉണ്ടോ ചോദിച്ചാ? ഇല്ല, ഇൻസുലിൻ എന്നാണ്. ഇൻസുലിൻ എന്ന് പറയുമ്പോ ഓക്കെ, എവിടെ നോക്കിയോ? അവനങ്ങനെ ഇൻസുലിൻ. വൈ നാളെ പരീക്ഷയ്ക്ക് എന്തെങ്കിലൊക്കെ പറഞ്ഞോണ്ടിരിക്കാം അല്ലേ? നാളെ why do multicellular organism need a transport system? മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിന് ട്രാൻസ്പോർട്ട്, ഇത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. വൈ ഡു മൾട്ടിസെല്ലുലാർ ഓർഗാനിസം നീഡ് എ ട്രാൻസ്പോർട്ട് സിസ്റ്റം? ഒന്നാമത്തെ ഓപ്ഷൻ, ടു ഇൻക്രീസ് ബോഡി സൈസ്. 2, ടു സപ്ലൈ ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ to all cell. മൂന്നാമത്തെ ഓപ്ഷൻ, to remove chlorophyll. നാലാമത്തേത്, to control reproduction. ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്തിനാ? ഇപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ?
ബ്ലഡ് മാത്രമല്ല, ബ്ലഡ്, വെയിൻസ്, കാപ്പിലറി, ഹാർട്ട് എല്ലാം ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ എന്താ ഒരു പാർട്ടാ. ശരിയല്ലേ? അല്ലേ? എന്തിനാ നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം വേണ്ടത്? ന്യൂട്രിയൻസ് എന്താ, അതായത് നിങ്ങൾ കഴിച്ചു, ശരിക്കും നമ്മുടെ ഈസോഫാഗസ് വരെ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം, ശരിയല്ലേ? കാരണം നമ്മൾ വായിലിട്ട ഫുഡിനെ വയറിൽ കൊണ്ടുപോകണം, വയറിൽ വെച്ചിട്ടേ ദഹിപ്പിക്കത്തുള്ളൂ. ദഹിപ്പിച്ചാലേ അതിനകത്തെ സത്ത് ഇൻറ്റസ്റ്റൈനിലുള്ള വില്ലേജ് വലിച്ചെടുത്തിട്ട് എല്ലാ സെല്ലുകളിലും എത്തുള്ളൂ. ആ എല്ലാ സെല്ലുകളിലും എത്തുന്ന ബ്ലഡിൽ അല്ലെങ്കിൽ ആ ബ്ലഡ് ത്രൂ എത്തുന്നത്, മനസ്സിലായോ? അപ്പം അത് ഹാർട്ടിനും അതേപോലെ തന്നെ എന്താണ് ശ്വസിക്കുന്ന ഓക്സിജനും അതേപോലെ തന്നെ ലങ്സിനും അതേപോലെ തന്നെ വെയിൻസിനും കാപ്പിലറിക്കും ഇതിനെല്ലാം എന്തുണ്ട്, അതിൻ്റെ ഒരു പങ്കുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സൈസ് ഇൻക്രീസ് ചെയ്യാനോ ക്ലോറോഫിലിനെ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനോ ഒന്നുമല്ല അതിൻ്റെ നീഡ് എന്ന് പറയുന്നത്. എന്താ? ടു സപ്ലൈ ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു സെൽ. ശരിയല്ലേ? അല്ലേ? അടുത്തത് ഞാൻ ക്വസ്റ്റ്യൻ എഴുതിക്കുക. വിച്ച് ഓർഗൻ ഇൻ ഹ്യൂമൻ filters nitrogenous waste from the blood? Which organ in human filters nitrogenous waste from the blood? 4 ഓപ്ഷൻ ഉണ്ട്. പാൻക്രിയാസ്, ലങ്സ്, കിഡ്നി, ലിവർ. നൈട്രോജീനിയസ് വേസ്റ്റ് ഫ്രം ദ ബ്ലഡ്. കിഡ്നി, അത്രേ ഉള്ളൂ. ഞാൻ ഓൺലൈൻ ഇരിക്കുന്നത് ഞാനത് എഴുതിയില്ല കേട്ടോ, ക്വസ്റ്റ്യൻ എഴുതി എടുത്തോണം, അത് സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ എഴുതാൻ. അതായത് വിച്ച് ഓർഗൻ ഇൻ ഹ്യൂമൻ ഫിൽട്ടേഴ്സ് നൈട്രോജീനിയസ് വേസ്റ്റ് ഫ്രം ദ ബ്ലഡ്. ഓപ്ഷൻ ഒന്നും എഴുതണ്ട, കിഡ്നി, അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. Why is smoking harmful to the respiratory system? ഒന്നാമത്തേത്, it increases oxygen supply. B, it damages alveoli. C, it strengthens lungs. D, it improves breathing rate. നല്ല ഓപ്ഷൻസ് അല്ലേ? എന്താ അതിന്റെ ആൻസർ? ആൽവിയോളൈ. ആരവല്ലേ? ആരോ അതുവരെ ഉറങ്ങി കിടക്കരുത്, പെട്ടെന്ന് ചാടി ഇരിക്കും. ഇവിടെ തെറിക്കും. അടുത്ത ദിവസം ഇരിക്കും. ആരവേ ഉറങ്ങുവാണോ? ഓക്കെ ആണോ? ജഹാൻ പുറകില് റിജോയും വിഷ്ണു ഒക്കെ ഓക്കെ അല്ലേ? ഇതുവരെ എഴുതിയല്ലേ? എല്ലാം കൃത്യമായിട്ട് മനസ്സിലായോ? അടുത്ത ദിവസം എഴുതിക്കും. വിച്ച് ഫിനോമിനോൺ explains the bending of light at the boundary of two media? പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തുവാ? അതുപോലെ അറിയാത്ത ടീമുകൾ ചിലപ്പോൾ കാണും. എന്തുവാ? Which phenomenon explains the bending of light at the boundary of two media? ആരോ പറയണം, ഉറക്കെ. റിഫ്രാക്ഷൻ എന്നാണോ റിഫ്ലക്ഷൻ എന്നാണോ? റിഫ്രാക്ഷൻ. ഓക്കെ, റിഫ്രാക്ഷൻ. ആരോ പറഞ്ഞ പിന്നെ അതിനകത്ത്
വേറെ അപ്പീലില്ല. പുള്ളിക്ക് ഉറപ്പുള്ള ആൻസർ മാത്രമേ പുള്ളി പറയത്തുള്ളൂ. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. അടുത്തത് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്തുവാ? അതും പറയേണ്ട ആവശ്യമില്ല. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. എടാ ചാർജിന്റെ യൂണിറ്റ് ഇരിക്കുക. വാട്ട് ചാർജിന്റെ കൂളമ്പ്. ആ എഴുത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും കേട്ടോ. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. കഴിഞ്ഞോ? സംസാരം കഴിഞ്ഞോന്നാ ചോദിച്ചു. സംസാരം കഴിഞ്ഞോന്നാ ചോദിച്ചു. കഴിഞ്ഞു. റിജോ കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു. എഴുതിക്കോ. അടുത്തത് a fuse wire is made of a material with എന്തായിരിക്കണം? 4 ഓപ്ഷൻ ഉണ്ട്. എന്നാലും നിങ്ങളൊന്ന് മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കണം ഫ്യൂസ് വയറിലെ? കൂടുതലോ? ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് ഫ്യൂസ് വയറെങ്കിൽ വലിയ ഇടിയൊക്കെ വെട്ടി വലിയ കറണ്ട് കയറി വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് ഉരുകത്തില്ല. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് എന്താ? ഉരുകത്തില്ല. നേരെ അകത്ത് കയറി വന്നിട്ട് AC 1, TV 1, ഫ്രിഡ്ജ് 1, വാഷിംഗ് മെഷീൻ 1 എല്ലാം എന്ത് ചെയ്യും? വെടിയും പുകയും തീരും. മനസ്സിലായോ? അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് എപ്പോഴും കുറഞ്ഞിരിക്കണം ഫ്യൂസ് വയറിന് ഇല്ലേ? രണ്ടാമത്തെ എന്തായിരിക്കും പ്രോപ്പർട്ടി? പിന്നത്തെ ഓപ്ഷൻ റെസിസ്റ്റൻസ് എങ്ങനെ ഇരിക്കണം? ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം. ശരിയല്ലേ? ആണോ? അത് പോയി. അതായത് ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ റെസിസ്റ്റിവിറ്റി ആണ് അതിന്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ റെസിസ്റ്റൻസ് എന്ന ഓപ്ഷൻ തന്നിരിക്കുന്നത്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതാ. വേറൊരു കാര്യം കൂടെ ഓർത്തോണം. റെസിസ്റ്റൻസ് മാത്രമേ ഏരിയനെയും ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. റെസിസ്റ്റിവിറ്റി ഏരിയനെയും ലെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റീരിയലിനെ മാത്രമാണ്. ഓക്കെ. രണ്ടാമതൊരു കാര്യം കൂടെ പറയാം. റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ ഉറപ്പായിട്ടും ചോദിക്കും. എല്ലാവരും റെസിസ്റ്റൻസിന്റെ ഡെഫിനിഷൻ എടുത്ത് എഴുതി വെക്കും. തെറ്റും. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 1 മീറ്റർ ലെങ്തിലും അല്ലെ 1 യൂണിറ്റ് ലെങ്തിലും 1 യൂണിറ്റ് ഏരിയയിലുമുള്ള റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റെസിസ്റ്റൻസ് എന്താ? റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ എ കണ്ടക്ടർ. മറ്റേന്ന് പറയുമ്പോൾ എന്താ? മറ്റേന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് ലെങ്തിലും 1 യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുമുള്ള റെസിസ്റ്റൻസിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടാണ്. റെസിസ്റ്റൻസ് തന്നെയാണ് രണ്ടെങ്കിലും രണ്ടും പറയേണ്ട രീതി രണ്ടാണ്. കാരണം നിങ്ങൾ പലരും എഴുതി വെക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി ചോദിക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി ഈസ് ദ പ്രോപ്പർട്ടി വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറന്റ്. റെസിസ്റ്റിവിറ്റി പ്രോപ്പർട്ടി തന്നെയാണ്, പക്ഷേ അത് ഫ്ലോ ഓഫ് കറന്റിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പൊ ആ റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പക്ഷെ അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റിവിറ്റി ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. കാരണം എത്ര ലെങ്ത് ആണെങ്കിലും അത് നമ്മൾ എത്ര ഇതിലെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും 1 മീറ്റർ ലെങ്തിലും 1 മീറ്റർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്ര വേണേ ആവാം. ഒരു ലെങ്ത് കൂടുമ്പോൾ ഏരിയ വ്യത്യാസം വരും, റെസിസ്റ്റൻസിന് എന്ത് ചെയ്യും? വ്യത്യാസം വരും. റെസിസ്റ്റിവിറ്റിക്ക് അത് വരത്തില്ല. അപ്പം ഇവിടുത്തെ ആൻസർ എന്താ? ലോ മെൽറ്റിംഗ് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനാണെങ്കിൽ എന്ത് നോക്കിയോ? ഫ്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അല്ലേ? ഓക്കെ. ഇവിടെ ലോ മെൽറ്റിംഗ് പോയിന്റും ഹൈ റെസിസ്റ്റിവിറ്റി. ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും ശരിയാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ.
resistors R1 and R2 are connected in series. The equivalent resistance is ഒന്ന് other option greater than both R1 and R2. രണ്ടാമത്തെ ഓപ്ഷൻ less than both R1 and R2. മൂന്നാമത്തേത് equal to their average. നാലാമത്തേത് equal to the larger resistor. എന്തായിരുന്നു ഈക്വൽ എന്തുകൊണ്ടാണ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാ. ഇക്വാലന്റ് എന്ന് പറയുമ്പോൾ എന്താ ടോട്ടൽ റെസിസ്റ്റൻസ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാലോ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാലോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാലോ എല്ലാം എന്ത് തന്നെയാണ്? രണ്ടോ മൂന്നോ റെസിസ്റ്റർ തന്നിരിക്കുന്നതിന്റെ ടോട്ടലിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സീരീസ് ആണോ പാരലൽ ആണോ നോക്കണം. സീരീസ് ആണെങ്കിൽ എല്ലാത്തിനും കൂടെ ആഡ് ചെയ്യണം. ഇപ്പം രണ്ട് റെസിസ്റ്ററിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം 1ഉം ഒരെണ്ണം 2ഉം എടുക്കാം. സീരീസ് റെസിസ്റ്ററിന്റെ ഇക്വാലന്റ് എങ്ങനെ കണ്ടുപിടിക്കും? RS ഇസിക്കൽ എന്താ? R1 + R2. അപ്പോൾ 1 + 2 എത്രയാ? 3. ഈ 3 എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലേ? അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 1നേക്കാട്ടിലും കൂടുതലാ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള 2നേക്കാട്ടിലും കൂടുതലല്ലേ? ശരിയല്ലേ? അതാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് പാരലൽ കണക്ട് ചെയ്താലോ ആ രണ്ട് റെസിസ്റ്ററിനെക്കാട്ടിലും എന്തായിരിക്കും? കുറവായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നോക്കിയേ. 1ഉം 2ഉം പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കും. എഫക്റ്റീവ് എങ്ങനെ എടുക്കും? 1/RP = 1/1 + 1/2. അപ്പൊ എന്താ വരുന്നത്? 1/RP = LCM എടുക്കുമ്പോൾ 2 + 1/2 എന്ന് വരും. അപ്പൊ 3/2 എന്ന് വരും. 3/2 എന്ന് വരുമ്പോഴത്തേക്ക് എന്താ? 1/RP 3/2. അപ്പൊ RP എത്ര വരും? 2/3 വരും. ചെറിയ നമ്പർ ഡിവൈഡ് ബൈ വലിയ നമ്പർ എന്തായിരിക്കും കിട്ടുന്നത്? 1നേക്കാട്ടിലും ചെറുതായിരിക്കും കിട്ടുന്നത്. നമ്മളെ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്? ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കണം, ഞാനത് പറഞ്ഞുതരാം, എന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഓൺലൈൻകാർ ആദ്യം നോക്കിയോ. അതായത് 1ഉം 2ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുവാണെങ്കിൽ RS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 1 + 2. ടോട്ടൽ എത്ര വരും? 3. ഈ 3 എന്ന് പറയുന്നത് 1നേക്കാളിലും കൂടുതലാണ്, 2നേക്കാളിലും കൂടുതലാണ്. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ. ഗ്രേറ്റർ ദാൻ ബോത്ത് R1 and R2. ഇനി രണ്ട് റെസിസ്റ്റേഴ്സ് ഈ 1ഉം 2ഉം പാരലായിട്ട് വേറെ രീതിയിൽ ചോദിച്ചാലോ, ഇങ്ങനെ ചോദിച്ചാലോ, അതായത് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് എന്താണ് മറ്റു ബാക്കി രണ്ട് റെസിസ്റ്ററിനെക്കാളും കൂടുതലാണോ കുറവാണോ ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? 1/RP = 1/1 + 1/2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് 2 + 1/2 എന്ന് എഴുതാം, 3/2 എന്ന് വരാം. അപ്പൊ 1/RP ആണ് 3/2 കിട്ടിയത്. അപ്പൊ RP എത്ര വരും? 2/3 വരും. 2/3 വന്നു കഴിഞ്ഞാൽ 1നേക്കാട്ടിലും കുറവായി. നമ്മുടെ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ എന്തായിരുന്നു? 1. അടുത്ത റെസിസ്റ്ററിന്റെ വാല്യൂ എന്തായിരുന്നു? 2. അപ്പൊ ഈ കേസിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടിയപ്പോൾ 1നേക്കാട്ടിലും 2നേക്കാട്ടിലും കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ സീരിയസ് ആണെന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഓഫ്ലൈൻകാരെ ശ്രദ്ധിച്ചു. ഇവിടെ നോക്കണം, അതായത് നമ്മളിപ്പോ 1 ഓമിനെയും 2 ഓമിനെയും എടുത്തു, സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തു. ടോട്ടൽ റെസിസ്റ്റൻസ് ഇതിനെക്കാളും കൂടുതലാണോ എന്ന് നമുക്ക് നോക്കണം. ഇവിടെ നോക്കി RS എന്താ? 1 + 2 അപ്പൊ എത്ര? 3. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി? 3. ആ 3 എന്ന് പറയുന്നത് ഇതിനെക്കാളും കൂടുതലല്ലേ? ഇതിനെക്കാളും കൂടുതലല്ലേ? അപ്പൊ സീരീസ് കണക്ഷൻ വരുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്ററിനെക്കാളും കൂടുതലായിരിക്കും അവരുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വൽ റെസിസ്റ്റൻസ്. എന്നാൽ ഇത് തന്നെ പാരലായിട്ടൊന്ന് എടുത്തേ. പാരലായിട്ട് എടുത്തേ. അതായത് ഇങ്ങനെ 1ഉം 2ഉം പാരലായിട്ട് എടുത്തേ. എഫക്റ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1/RP = എന്താ? 1/1 + 1/2 ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 + 1/2 എന്ന് വരും. LCM എടുക്കും. അപ്പൊ 3/2 എന്ന് വരും. 1/RP ആണ് 3/2. അപ്പൊ RP എന്ത് വരും? നേരെ തിരിക്കണം, 2/3. ചെറിയ നമ്പർ ഡിവൈഡ് ബൈ വലിയ നമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് കിട്ടി? 1നേക്കാളും കുറവാണ്. ഇവിടെ ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ എന്താ? 1. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താ? 1നേക്കാളും കുറവ്.
അടുത്ത റെസ്റ്റിന്റെ വാല്യൂ എന്താ? 2. ടോട്ടൽ റെസ്റ്റിന്റെ വാല്യൂ എന്താ? അതിനെക്കാട്ടും കുറവ്. അപ്പൊ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിനെക്കാട്ടും കുറവും, സീരീസ് ആണെങ്കിൽ ഇൻഡിവിജ്വലിനെക്കാട്ടും കൂടുതലായി. ഇവിടെ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ ആണ് അതിന്റെ ആൻസർ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. If voltage across a conductor is doubled, the current through it will ഒന്നാമത്തേത് ഓപ്ഷൻ become half, രണ്ടാമത്തെ ഓപ്ഷൻ remain same, മൂന്നാമത്തെ ഓപ്ഷൻ become double, നാലാമത്തെ ഓപ്ഷൻ become 4 times. ഓപ്ഷൻസ് ആണ് become half, remain same, become double, become 4 times. ഫസ്റ്റ് ഓപ്ഷൻ become half. അതായത് വോൾട്ടേജ് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യുമെന്ന് ഓംസിലെ എന്തുവാടാ പറയുന്നത്? ഓംസിലെ എന്തു പറയുന്നത്? V directly proportional to R. എടാ ഓംസിലെ എന്തുവാടാ പറയുന്നത്? എടാ V directly proportional to I. പൊട്ടൻഷ്യൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് ഉണ്ടാവും. ഇവിടെ പൊട്ടൻഷ്യൽ ഡബിൾ ആക്കുമെന്നാ പറഞ്ഞത്, അപ്പോൾ കറണ്ട് എന്താവും? കറണ്ട് എന്താ അവിടെ? എടാ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I ആ. അപ്പൊ വിക്ക് എന്ത് സംഭവിച്ചു? അത്രയും തന്നെ അത് തന്നെ കറണ്ട് സംഭവിക്കും. V എന്ത് ചെയ്തു? ഡബിൾ ആയി. കറണ്ടും എന്ത് ചെയ്യും? ആ, അത്രേ ഉള്ളൂ. ഓംസിലും അറിയാൻ ഇരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. Which rule helps to determine the direction of force on a current carrying conductor placed in magnetic field? Which rule helps to determine the direction of force on a current carrying conductor placed in magnetic field? ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓപ്ഷൻ ഒന്നും തരാതെ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ തന്നെ എഴുതും. ഓപ്ഷൻ തരുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവും. എന്താ അറിയോ? ഓപ്ഷൻ തന്നിരിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് പാം റൂൾ, തമ്പ് റൂൾ, മാക്സ്വെൽസ് ക്രോക്ക് സ്ക്രൂ റൂൾ, കോർക്ക് സ്ക്രൂ റൂൾ. ഇങ്ങനെയൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അല്ലേ? ഒറ്റ കാര്യം ആലോചിച്ചോണം, നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഒറ്റ റൂൾ മാത്രമേ ഉള്ളൂ. എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും അത് ആൻസർ. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, തമ്പ് റൂളും പഠിക്കാനുണ്ട്. തമ്പ് റൂൾ എന്ന് പറയുമ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള അല്ല, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള തമ്പ് റൂൾ. അപ്പൊ ഇവിടെ ഡിറ്റർമൈൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേറെ ഒന്നും നോക്കണ്ട. ശരിക്കും പ്ലസ് ടു വരുമ്പോൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പാം റൂൾ ഉണ്ട്, എന്താണ് സ്ക്രൂ റൂൾ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഈ റൂൾ ഉണ്ട്, റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. അങ്ങനെ കുറെ റൂളുകളുണ്ട് പ്ലസ് ടു വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാൻ ഒരു കൺഫ്യൂഷനും വേണ്ട. എന്തേ ഉള്ളൂ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മാത്രമേ ഉള്ളൂ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ. അപ്പൊ നിങ്ങൾ ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നെന്ന് പറഞ്ഞാലും എന്ത് ഓപ്ഷൻ വന്നെന്ന് പറഞ്ഞാലും ഫ്ലെമിങ്സ് ലെഫ്റ്റ്, ചിലപ്പോൾ റൈറ്റും ഫ്ലെമിങ്സിന്റെ ഒക്കെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ രീതിയിൽ തരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആലോചിക്കുക ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ,
ഞാൻ ഓപ്ഷൻ തരുന്നില്ല, ഓപ്ഷൻ കുറെ കൺഫ്യൂസിങ്, അതുകൊണ്ട് ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അടുത്തത് an electric motor works on the principle of എന്താ? 4 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താ മോട്ടോർ വർക്ക് ചെയ്യുന്നത്? എന്താ? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ആ മോട്ടോർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ കേട്ടോ. അപ്പൊ അത് എഴുതിക്കോ. ഫോഴ്സ് ഓൺ എന്റെ ആൻസർ ഫോഴ്സ് ഓൺ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ് ഓൺ അതാണ് എന്റെ ആൻസർ, മോട്ടോർ പ്രിൻസിപ്പിൾ. അടുത്ത ആൻസറോ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡിവൈസ് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി into electrical energy? മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. 4 ഓപ്ഷനും ഉണ്ട്. എന്താ പറയുക? ഇലക്ട്രിക് മോട്ടോർ, ഇലക്ട്രിക് ഹീറ്റർ, ഇലക്ട്രിക് ജനറേറ്റർ, ഇലക്ട്രിക് ബൾബ്. മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുക. ഇലക്ട്രിക് മോട്ടോർ ഇല്ലയോ? തരാം. ആ ജനറേറ്റർ. നിങ്ങളുടെ വീട്ടിൽ ജനറേറ്റർ എന്തുവാടാ ചെയ്യുന്നത്? ജനറേറ്റർ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സ്കൂളിലോ? വീട്ടിൽ ജനറേറ്റർ ഇല്ല, സ്കൂളില് ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ജനറേറ്ററിലല്ലേ ഓടിക്കുന്നേ, ആണോ? അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നത്? എന്തിനാ ജനറേറ്റർ വെക്കുന്നേ? കറണ്ട് എന്താ? ഇലക്ട്രിക്കൽ എനർജിയാ. എങ്ങനെയാ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നത്? അതിനകത്ത് ഒരു അർമേച്ചർ കോയിൽ കറങ്ങിട്ടാ. അപ്പൊ അവിടെ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കുക. മോട്ടോർ എന്തോ ചെയ്യുന്നത്? മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എന്ത് കൊടുക്കണം? അപ്പൊ അത് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആവും. മനസ്സിലായോ? തിരിഞ്ഞു പോവല്ലേ? മനസ്സിലായോ? പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത്? DC മോട്ടോർ നമ്മൾ മാനുവലി കറക്കും. ഇപ്പൊ ഇവിടെ എന്തോ ചോദിച്ചിരിക്കുന്നത്? മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കും. ഏത് മോട്ടറാണ്? എന്ത് പല്ലിയായിരിക്കും? പല്ലിയായിരിക്കും. എണ്ണിക്ക് പല്ലി ഒന്നും ചെയ്യത്തില്ല. പല്ലിയാടാ, ഒന്നും ചെയ്യത്തൊന്നുമില്ല. പോയോ? പോട്ടെ. ഇനി അതിന്റെ ഓക്കെ, ഇവിടെ നോക്കിയോ? പോയോ? പല്ലി പോയോ? ഒരു ക്വസ്റ്റ്യൻ ഒഴിക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ എന്താടാ? ജനറേറ്റർ. അതായത് നിങ്ങൾ ആലോചിച്ചോണം, മോട്ടോർ വർക്ക് ചെയ്യുമ്പോ എങ്ങനെയാ? ഇലക്ട്രിക് മോട്ടോർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ സ്വിച്ച് ഇടുമ്പോഴേ അത് വർക്ക് ചെയ്യത്തുള്ളൂ ഇല്ലേ? അപ്പൊ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കും. ജനറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? അതായത് ജനറേറ്റർ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി കിട്ടാൻ. അപ്പൊ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുക. ഓക്കെ, വിട്ടെ ടോപ്പിക്ക് വിട്ടെ. സൈക്കിള് ഡൈനാമോ.
എടാ ഇലക്ട്രിക് മോട്ടർ എന്നാണ് നമ്മുടെ പേര്. ഇലക്ട്രിക് മോട്ടർ എന്നാണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്നത്. ഇലക്ട്രിക് മോട്ടർ എന്ന് പറയുമ്പോൾ എന്താ ടാങ്കിനകത്ത് വെള്ളം അടിച്ച് കയറ്റുന്ന മോട്ടറിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും കൂടെ ഇരിക്കും, എല്ലാവരും കൂടെ ഇരിക്കും. Two bulbs of 6 watt, 60 watts, 60 watts and 60 watts and 60 watts and 100 watts are connected to 220 volt supply. Which bulb glow brighter? ഇപ്പൊ ഇത് മാറ്റിയിട്ട് കരച്ചിലാക്കാൻ എനിക്കറിയാം. വീണ്ടും പറയാ കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിയോ. ഒന്നാമത്തെ ഓപ്ഷൻ 60 വാട്ട് ബൾബ്. രണ്ടാമത്തെ ഓപ്ഷൻ 100 വാട്ട് ബൾബ്. മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് ഈക്വലി ഡി. നാലാമത്തെ ഓപ്ഷൻ നൺ വിൽ ഗ്ലോ. പറഞ്ഞോ. കാരണം അപ്പം ആര് പറഞ്ഞു ഇത് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതല്ലേ പറഞ്ഞു? സീരിയസ് കണക്ഷനിൽ കറണ്ട് കോൺസ്റ്റന്റ്. ഇത് റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെട്ടു കേട്ടോ. ഓക്കെ, പറഞ്ഞ എന്തായിരിക്കും അതിന്റെ റീസൺ? എന്നൊക്കെ പറയടാ, അല്ലെങ്കിൽ 1000 തവണ ഇവിടെ എഴുതിയിട്ട് നീ പോയാൽ മതി. നീ അതിന്റെ ആൻസർ പറ. റീസണും പറ. സീരീസിൽ കണക്ട് ചെയ്യുമ്പോ എനിക്ക് മനസ്സിലായില്ല. ആരും മറ്റേതും 220 വോൾട്ടില്ലേ? അപ്പുറത്തെ അയ്യത്തു നിന്നാണോ കണക്ഷൻ എടുത്തിരിക്കുന്നത്? എന്തുകൊണ്ടാ ചോദിച്ചേ? പ്രൂവ് ചെയ്യണം. 100 വാട്ടിനാന്ന് ഞാൻ 60 വാട്ടാന്ന് പറഞ്ഞാലോ അടിച്ചു പോകും. ഇപ്പൊ അടിച്ച് കളയും ഒരെണ്ണം ഇങ്ങനെ പോയാ. മനസ്സിലായോ? ഇതൊന്ന് ഓഫ് ചെയ്തോട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, 2 ബൾബ്സ് 60 വാട്ട്സ് 100 വാട്ട്സ് എന്താ? ഇതിന്റെ ആൻസർ 60 വാട്ട്സ് ബൾബാ. എഴുതിയിട അവിടെ.
ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ്. ഇത് ഇതിന്റെ റീസൺ ഒന്ന് പറഞ്ഞേ, ഇതിന്റെ റീസൺ ആര് ഏബൽ ഒന്ന് പറഞ്ഞേടാ, എന്തായിരിക്കും ആൻസർ? 60 വാട്ട്സ്. 220 വോൾട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ പവർ 60 വാട്ട്സ്. 60 വാട്ട്സിന്റെ പവർ ഉള്ള ബൾബ് ആയിരിക്കും കൂടുതൽ നന്നായിട്ട് ബ്രൈറ്റ് എന്താണ് ഗ്ലോ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റീസണാ ചോദിച്ചത്. അതേത് പറയണം. അവർ കണക്ട് ചെയ്തിരിക്കുന്നത് സീരിയസ് ആയിട്ടാ, അപ്പൊ കറണ്ട് രണ്ടും കോൺസ്റ്റന്റ്, അപ്പൊ കറണ്ട് അല്ല റീസൺ. പിന്നെ രണ്ടുപേരും കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിലാ? 220 വോൾട്ടിലാ. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പവർ ഈസിക്കൽ ടു വി ഇൻറ്റു ഐ. ഇവിടുത്തെ ഐ എത്രയാ? ഇവിടെ വോൾട്ടേജ് കൂടുതൽ ആർക്കാ കിട്ടുക? സീരിയസ് കണക്ഷനിൽ വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. വോൾട്ടേജ് കൂടുതൽ ആർക്കായിരിക്കും കിട്ടുക? വോൾട്ടേജ് കണ്ടുപിടിച്ച രണ്ടിന്റെ ആദ്യം കറണ്ട് കണ്ടുപിടി. ആ സർക്യൂട്ടിന്റെ മൊത്തം എല്ലാവരും കണ്ടുപിടിച്ചേ, ഓൺലൈൻ ഇരിക്കുന്ന എല്ലാവരും കണ്ടുപിടിച്ചേ. ഈ സർക്യൂട്ടിന്റെ കറണ്ട് കണ്ടുപിടിച്ചേ, ടോട്ടൽ കറണ്ട്. ഒരൊറ്റ ക്വസ്റ്റ്യനോടുണ്ട്, അതുകൂടെ അല്ലെങ്കിൽ പോട്ടെ, അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാവോ? കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുന്നവന് കറണ്ട് കുറവല്ലേ കിട്ടത്തുള്ളൂ? കറണ്ട് അല്ല, കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുന്നതിന് ഇലക്ട്രോൺ ഫ്ലോ കുറവല്ലേ കിട്ടത്തുള്ളൂ? അങ്ങനെ വേണമെങ്കിലും പറയാം. റെസിസ്റ്റൻസ് കൂടിയ ആൾക്ക് ഗ്ലോ കുറവായിരിക്കും. അത് റീസൺ ആക്കാം. റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പി ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ വെച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. പി ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ വെച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച രണ്ടിന്റെ പി ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുമ്പോൾ ആർ ഈസിക്കൽ എന്താ? വി സ്ക്വയർ ബൈ പി വരും. രണ്ടിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കറണ്ട് അവിടെ നിൽക്കട്ടെ. റെസിസ്റ്റൻസ് കൂടുതലുള്ള ആർക്കാ നോക്ക്, ഏത് ബൾബിനാ നോക്ക്. റെസിസ്റ്റൻസ് കൂടുതലുള്ളപ്പോൾ പവർ കൂടുതൽ ഡിസിപ്പേറ്റ് ചെയ്ത് അപ്പൊ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് കൂടുതലുള്ളതാകത്തും. ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ നോക്കും ഇതിനകത്ത്? 60 വാട്ട്സിനാണോ? ഓൺലൈൻ ഇരിക്കുന്നവരോട് ശ്രദ്ധിച്ചേ. പി ഈസിക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, അവിടുന്ന് ആർ ഈസിക്വൽ ടു വി സ്ക്വയർ ബൈ പി. ഇത് വെച്ചിട്ട് ആദ്യത്തെ ബൾബിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, രണ്ടാമത്തെ റെസിസ്റ്റൻസിന്റെ ഇത് കണ്ടുപിടിക്കുക, രണ്ടാമത്തെ ബൾബിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഈ റെസിസ്റ്റൻസ് കൂടുതൽ ആർക്കാണോ അവരായിരിക്കും നല്ലതായിട്ട് ഗ്ലോ ചെയ്യുന്നത്. കാരണം കറണ്ട് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ സീരിയസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കറണ്ട് കോൺസ്റ്റന്റ്, അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് വെച്ചിട്ട് ബ്രൈറ്റ്നസ് കൂടുതൽ ആർക്കാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ റെസിസ്റ്റൻസ് ആർക്കാണോ കൂടുതൽ അവൻ എന്താ നല്ല ബ്രൈറ്റർ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ 60 വാട്ട്സിന്റെ ആർ ഈസിക്കൽ ടു വി സ്ക്വയർ ബൈ പി ചെയ്യുമ്പോൾ
60 വാട്ട്സിന്റെ ആയിരിക്കും കൂടുതൽ. അപ്പൊ അതായിരിക്കും നന്നായിട്ട് എന്താ ഗ്ലോ ചെയ്യുക. കേട്ടോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇത് ഉറപ്പായിട്ടും നല്ല ക്വസ്റ്റ്യൻ ആണ്, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശ്രദ്ധിച്ചോ, അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. 60 വാട്ട് 100 വാട്ട് നന്നു സീരിയസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 60 വാട്ട് ബൾബിനായിരിക്കും എന്ത് ബ്രൈറ്റ്നസ് കൂടുതൽ. അതിന്റെ ഇപ്പം ക്വസ്റ്റിനകത്ത് MCQ ചോദിച്ചത്. ഇത് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതും? നിങ്ങൾ രണ്ടിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ഇപ്പം 60 വാട്ട്സിന്റെ ബൾബിന്റെ റെസിസ്റ്റൻസിനായിരിക്കും കൂടുതൽ വാല്യൂ, അതായിരിക്കും കൂടുതൽ കിട്ടുക. അപ്പം റെസിസ്റ്റൻസ് കൂടുതലുള്ള സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടുതലുള്ളതിനായിരിക്കും ബ്രൈറ്റ്നസ് കൂടുതൽ കിട്ടുന്നുണ്ടാവുക. അങ്ങനെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ, അതാ എഴുതേണ്ടത്. ഇപ്പം MCQ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ആൻസർ മാത്രം എഴുതിയാൽ മതി. ലാസ്റ്റ് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ. The resistance of conductor increases when? Resistance of conductor increases when? Resistance of conductor increases when? 4 ഓപ്ഷൻ ഉണ്ട്. Length increases, length decreases എന്നാണ്. Length decreases. ഒന്നാമത്തെ ഓപ്ഷൻ length decreases. രണ്ടാമത്തെ ഓപ്ഷൻ ഏരിയ ഇൻക്രീസസ്. മൂന്നാമത്തെ ഓപ്ഷൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. നാലാമത്തെ ഓപ്ഷൻ മെറ്റീരിയൽ ഈസ് ചേഞ്ച്ഡ് ടു കോപ്പർ. എന്താ ആദ്യത്തെ റെസിസ്റ്റൻസ് അല്ല, ആദ്യത്തെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത്. ക്വസ്റ്റ്യൻ എന്താ ഇവിടെ? റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുള്ള കേസാ. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഏരിയ ഡിക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ ആ ടെമ്പറേച്ചർ. കണ്ടക്ടറാ തന്നിരിക്കുന്നത്, കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അല്ല, കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ ടെമ്പറേച്ചർ കൂട്ടിയാൽ മതി. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ആ ഓപ്ഷൻ സി. പക്ഷെ ചിലപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, സെമി കണ്ടക്ടറിന്റെ കേസിൽ എങ്ങനെയാണെന്ന് ചോദിക്കും. സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്താണ് ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് എങ്ങനെ അഫക്ട് ചെയ്യും ചോദിക്കും. കണ്ടക്ടറിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കൂടുന്നത്. സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് എന്തുവാ ചെയ്യുന്നത്? കുറയുവാ ചെയ്യുന്നത്. ഈ വ്യത്യാസം പഠിച്ചു വെച്ചേക്കണം, ആപ്ലിക്കേഷൻ ലെവലിനകത്ത് ചിലപ്പോൾ ചോദിക്കും. സെമി കണ്ടക്ടർ, അതായത് ഇത് എഴുതിക്കോ, ഇൻ കേസ് ഓഫ് കണ്ടക്ടർ, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതിക്കോ. ഇൻ കേസ് ഓഫ് കണ്ടക്ടർ resistance increases with increase in temperature. In case of conductor, resistance increases with increase in temperature. അടുത്ത എന്താ? In case of semiconductor, resistance decreases with increase in temperature. Resistance decreases with